അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഷെയ്ഖ ദോഹം ഷെഫ്. ഇത് കണ്ടല്ലോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. അടിപൊളി ടേസ്റ്റിൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയ്ക്കും രുചിയിൽ നമുക്ക് ഇങ്ങനെ കൂന്തൽ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. അടിപൊളി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രക്ഷയില്ലാത്ത ഒരു ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 2 സ്പൂൺ പച്ചമല്ലിയും കാശ്മീരി മുളകാണ് ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. കാശ്മീരി മുളക്, പിന്നെ കുരുമുളകാണ് ഇതിന് എരിവിന് വേണ്ടിയിട്ട്. കുരുമുളകും പച്ചമുളകുമാണ്. പിന്നെ കളറിനും കാശ്മീരി മുളകിനും അത്യാവശ്യം എരിവുണ്ട്. കാശ്മീരി മുളക് ഒരു 8-10 കാശ്മീരി മുളകും അതുപോലെ ഒരു 2 സ്പൂൺ മല്ലിയും ചേർത്ത് ഒന്ന് വറുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ല ഒന്ന് മൂത്ത് കിട്ടണം. അതിന് വേണ്ടി ഒരുപാട് മുരിഞ്ഞു പോവാത്ത രീതിയിൽ ഞാനൊരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അപ്പം കരിഞ്ഞു പോവില്ല. നല്ല വറുത്ത് പൊടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ അരപ്പിന് നല്ല ടേസ്റ്റുമാണ്. അതിപ്പോൾ വെളിച്ചെണ്ണ ചേർത്തൊന്ന് വറുത്തെടുത്താൽ. ഇനി അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക്, മുഴുവനായിട്ടുള്ള പൊടിയല്ല, കുരുമുളക് കൂടെ അതിൽ ചേർത്തിട്ട് ഇതിന് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ നല്ലൊരു സംഭവം കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഏറ്റവും നല്ല ടേസ്റ്റ് കൂടാനായിട്ട് ഞാനൊരു ഈ വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലാസ്റ്റ് കടുക്, അതായത് ഒരു 1/2 സ്പൂൺ കടുകും കൂടെ ചേർത്ത് വറുക്കുന്നുണ്ട്. കടുക് ചേർത്ത് വറുത്ത് പൊടിച്ച് ചേർത്താൽ ഈ റോസ്റ്റിന്, കണവ റോസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. ഇതിലിപ്പോൾ ഞാൻ മല്ലിയും അതായത് വറ്റൽമുളക്, കാശ്മീരി മുളകും നമ്മുടെ ഒരു സ്പൂൺ കുരുമുളക് കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ ഈ വറുക്കുന്നത്. വറുത്തിട്ട് അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉലുവ, ഒരു 1/4 സ്പൂൺ ജീരകം, അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ കടുക്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഈ മുളകും മല്ലിയും ഒരു 3/4 ഭാഗം ഒരു മുത്ത് വരുന്ന സമയത്താണ് ഈ ചെറിയ സാധനങ്ങളായ ജീരകവും കടുകും ഉലുവയും ചേർക്കേണ്ടത്. സ്റ്റാർട്ടിങ്ങിൽ അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. കാരണം ഇതിന് നമുക്ക് മുളകിനും മല്ലിക്കുമുള്ള ആ ഒരു ടൈം വേണ്ടല്ലോ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്, ജീരകവും കടുകും ഉലുവയൊക്കെ. അപ്പോൾ അത് ലാസ്റ്റ് ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട്, ഏതിനും കറിവേപ്പില ഇട്ട് വറുത്താലും കറി വയ്ക്കുന്നതിന് കറിവേപ്പില എത്ര ഇട്ടാലും നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ എണ്ണയിൽ വറുത്ത് പൊടിക്കുന്നതിന് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇത് തണുത്ത് കിട്ടാൻ നമുക്ക് പൊടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വറുത്ത ഈ മുളകിൻ്റെയും മല്ലിയുടെയും ഈ കൂട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് കണവ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതിൽ തന്നെ ചെയ്യാം. ഇതിൽ തന്നെ ഞാൻ ഒരു 10-15 ചെറിയ ഉള്ളിയും 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും പച്ചമുളകും, വെളുത്തുള്ളി ഞാൻ കട്ട് ചെയ്തിട്ടില്ല, ഒരു കുടം വെളുത്തുള്ളി ഫുള്ളായിട്ട് ഒരു 10-15 എണ്ണം വരും, അതും ചേർത്ത് ഇഞ്ചി ചതച്ചതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് നല്ലതായിട്ട് നല്ല രീതിയിൽ ഉടഞ്ഞ് വരണം. ശരിക്കും നമുക്ക് നല്ല റോസ്റ്റ് ചെയ്യുന്നതല്ലേ, അപ്പോൾ അതനുസരിച്ച് ഇത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. കറിവേപ്പിലയും അല്പം ഇഞ്ചി ചതച്ചതായത് ഇഞ്ചി ലാസ്റ്റിലാണ് ഇട്ടത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റാം. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വീണ്ടും വീഡിയോ ചെയ്യാനും നല്ല വീഡിയോകൾ ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കാനും കഴിയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ചെയ്തേക്കണേ. ഏകദേശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്.
ഇഞ്ചിയും ചെറിയ ഉള്ളിയെല്ലാം ഏകദേശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അതിനാവശ്യമായ മഞ്ഞൾപ്പൊടി, ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തല്ല ഇത് ഗ്രൈൻഡ് ചെയ്ത് പൊടിച്ച് വെച്ചത്. മുളകും മല്ലിയും പൊടിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലായിരുന്നു, അപ്പം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. വഴറ്റുന്നതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് വഴറ്റിയാൽ കാണാൻ നല്ല ഭംഗിയാണ്. എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. എല്ലാം നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. ശരിക്കും മഷി പോലെ പൊടിക്കേണ്ട, ചെറിയ ക്രിസ്പി ആയിരിക്കണം. ചെറുതായിട്ടൊന്ന് നല്ല കുഴമ്പ് പോലെ പൊടിക്കേണ്ട. അങ്ങനെ പൊടിക്കണമെങ്കിൽ അല്പം വെള്ളം കൊണ്ട് ചേർത്ത് അടിച്ചെടുക്കണം. പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. ഇതാണ് അതിൻ്റെ ടേസ്റ്റും കാണാനും ഭംഗിയുള്ളത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റോളം ഇത്രയും നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കുക. മിക്സി കഴുകിയ മിക്സിയിലിരുന്ന അരപ്പ് അല്പം വെള്ളം ചേർത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല തിളച്ച് വരട്ടെ. ഞാൻ നല്ല മുറ്റിയ കണവ ആയതുകൊണ്ട് ചെറിയ പീസാക്കി കുക്കറിൽ വേവിച്ചതാണ്. കണവ ഡയറക്റ്റ് ഇട്ട് വഴറ്റുകയാണെങ്കിൽ ചിലപ്പോൾ അത് കല്ലിച്ച് പോവും, കണവയുടെ പീസ്. പിന്നെ അല്ലെങ്കിൽ കുറേ വെള്ളം ഒഴിച്ചിട്ട് കുറേ നേരം വേവിക്കേണ്ടി വരും നമ്മൾ ഡയറക്റ്റ് അടുപ്പിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ. ഇപ്പോൾ കൊച്ചുമക്കൾക്കും എല്ലാവർക്കും കഴിക്കാൻ കുറച്ച് നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ കുക്കറിൽ വേവിച്ചിട്ട് ഈ അരപ്പിലേക്ക് ഈ കണവ വേവിച്ചതിൻ്റെ അല്പം ഗ്രേവി, അതായത് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. തിളച്ചതാണത്. ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത ശേഷമാണ് വേവിച്ച് വെച്ച കണവ അതിലേക്ക് ചേർക്കുന്നത്. നല്ല കട്ടിയുള്ള കണവയാണ്. കണവയുടെ പീസുകളെല്ലാം നല്ല കട്ടിയാണ്. കുക്കറിൽ വേവിച്ചപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി മസാലയായിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ചെറുതീയിൽ. എല്ലാം നന്നായിട്ട് വെന്തതാണ്. ഇപ്പോൾ കണവ വെന്തതാണ്. മസാലയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10-5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിച്ചാൽ മതി. ഉപ്പ് നോക്കിയപ്പോൾ അല്പം ഉപ്പിന് കുറവുണ്ടായിരുന്നു. ഇനി ഉപ്പ് കൂടെ വേണ്ടി ചേർത്തിട്ടുണ്ട്. ഭയങ്കര രുചിയുള്ള ഒരു കണവ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളുമൊക്കെ ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുന്നത്? ഈ രീതിയിലാണോ കണവ റോസ്റ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇത് കണ്ടിട്ട് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇതുപോലെ ഇതുപോലെ കുക്ക് ചെയ്ത് കഴിക്കാൻ ഇഷ്ടമുള്ള ഇതുപോലെ ചെയ്ത് കഴിച്ചതിന് ശേഷം എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. കാരണം ഇത് ഞാൻ ചെയ്തതെന്ന് അതേ രീതിയിൽ കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവോ എന്നറിയില്ലല്ലോ. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട റോസ്റ്റാണിത്. പല രീതിയിൽ ഇതിനു മുമ്പ് ഞാൻ എൻ്റെ വേറെ രീതിയിൽ കണവ റോസ്റ്റ് ചെയ്തത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് നാൾക്ക് മുമ്പ്. പക്ഷേ അത് വേറെ രീതിയാണ്, ഇത് മറ്റൊരു രീതിയിൽ. നമുക്ക് ഓരോന്നും കുക്ക് ചെയ്യാൻ എടുക്കുമ്പോഴാണല്ലോ ഏതെങ്കിലും ഇന്നിപ്പോൾ ഇങ്ങനെ ചെയ്യാം അങ്ങനെയൊക്കെ തോന്നുന്നത്. അങ്ങനെ ചെയ്തതാണ്. അടിപൊളിയാണ് കേട്ടോ. ശരിക്കും ലാസ്റ്റ് കറിവേപ്പിലയും ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അല്പം മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് ചേർക്കാം. മല്ലിയിലയുടെ ആ മണം ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. ആ ഒരു ഫ്ലേവർ എനിക്കിഷ്ടമാണ്. നല്ലൊരു ടേസ്റ്റാണ് മല്ലിയിലയുടേത്.
ഇൻഷാല്ലാ ഇനി നമുക്ക് സെർവ് ചെയ്യാനായിട്ടൊരു ബൗളിലേക്ക് മാറ്റാം. അല്പം കൂടി ഒന്ന് വറ്റി വരണം. ഇനി എനിക്ക് അത്യാവശ്യമായതുകൊണ്ട് പെട്ടെന്ന് കുറച്ച് കോരിയെടുത്താണ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, അടിപൊളി ടേസ്റ്റാണ്. നല്ല വെന്ത പാകമായിട്ടുണ്ട്. ഇൻഷാല്ലാ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ, ഇത്രയും നേരം കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.